നമസ്കാരം. കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം. ഇലഞ്ഞി വെറുതെ ഒരു MLA ആയി 3 ടേം ഇരുന്ന അനൂപ് ജേക്കബിന്റെ കഴിവുകേടിനെതിരെയും മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെയും NDA ഇലഞ്ഞി ടൗണിൽ സായാഹ്നധർണ നടത്തി. BJP ഇലഞ്ഞി പ്രസിഡന്റ് ഷൈബി തോമസ് അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന സമിതി അംഗം MN മധു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഉപാധ്യക്ഷൻ VS സത്യൻ മുഖ്യപ്രഭാഷണം നടത്തി. പുതുതായി പാർട്ടിയിൽ ചേർന്ന ബാബു P ജോണിയെ BJP പിറവം മണ്ഡലം പ്രസിഡന്റ് അരുൺ മാമലശ്ശേരി ഷാൾ അണിയിച്ചു. ജനറൽ സെക്രട്ടറി PS അനിൽകുമാർ, കർഷക മോർച്ച എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ് മരങ്ങാട്ട്, JS പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KR മാധവൻ നിരവത്ത്, JSS നിയോജക മണ്ഡലം പ്രസിഡന്റ് ശശി ഇലഞ്ഞി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അജി മലയിൽ സ്വാഗതവും OBC മോർച്ച മണ്ഡലം പ്രസിഡന്റ് അജിമോൻ കെ നന്ദിയും പറഞ്ഞു. ഓഫീസുകൾ ഒരു സമയത്ത് പിറവൻ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അഭിമാനത്തോടെ പറയാറുണ്ട്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കാണാൻ പിറവത്ത് വന്നാൽ മതിയായിരുന്നു, സൂപ്രണ്ടിംഗ് എഞ്ചിനീയറെ കാണാൻ പിറവത്ത് വന്നാൽ മതിയായിരുന്നു. പക്ഷേ അതിൽ ഏറ്റവും ശോചനീയ കാര്യമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്കുള്ളിൽ ഈ ഓഫീസുകളെല്ലാം അപ്രത്യക്ഷമായി എന്നുള്ളതാണ് പച്ചയായിട്ടുള്ള പരമാർത്ഥം. ഇന്ന് ഒരു സർക്കാർ സ്ഥാപനം പോലും പേരിന് പോലും പിറവത്തില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. സൂചിപ്പിച്ചു. നമുക്കറിയാം, കഴിഞ്ഞ 14-15 വർഷക്കാലമായിട്ട് ഇലഞ്ഞിയിലെ പഴം പച്ചക്കറി സംസ്കരണ കേന്ദ്രം എത്ര വർഷമായി അതിന്റെ പണി പൂർത്തിയായിട്ട്? ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് പണി പൂർത്തിയാക്കിയതാണ്. പക്ഷെ ഇതുവരെ പ്രവർത്തനം അവിടെ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 5 വർഷം മുമ്പ് കൂത്താട്ടുകുളത്ത് ഞാനും ശ്രീമാൻ അനൂപ് ജേക്കബും അവിടുത്തെ CPM-ന്റെ നേതാവും ഒക്കെ പങ്കെടുത്ത ഒരു ചർച്ചയില്, ബഹുമാനപ്പെട്ട രാജേഷ് മരങ്ങാടനടക്കമുള്ളവർ പങ്കെടുത്ത ചർച്ചയില് ഞാൻ ആ വിഷയം അനൂപിനോട് സൂചിപ്പിച്ചപ്പോൾ അനൂപ് പറഞ്ഞു, ഈ പ്രാവശ്യം എന്തായാലും ഞാൻ ആ പണി പൂർത്തിയാക്കി അവിടുത്തെ കാര്യങ്ങൾ നടപ്പാക്കുമെന്ന് പറഞ്ഞ MLA വേദികളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മണ്ട പോയതെങ്ങനെ വളവിടരുതെന്നൊക്കെയാണ് ഞങ്ങളിങ്ങനെ BJP NDA ഭാരവാഹികളൊക്കെ സംസാരിക്കുമ്പോൾ കേട്ടു നിൽക്കുന്നവർക്ക് അന്നൊരു പുച്ഛമായി. അത് മണ്ട പോയതെങ്ങനെ ഉദ്ദേശിക്കുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും. പക്ഷെ ഇന്ന് ആ പരിഹാസം കേൾക്കുന്നവർക്കില്ല. കാരണം അവർക്ക് മനസ്സിലായി ഈ ഇടതുമുന്നണിയും വലതുമുന്നണിയും മണ്ട പോയ തെങ്ങുകളാണെന്ന് ഏറെക്കുറെ അവർക്ക് മനസ്സിലായി. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.